Hi friends, welcome back to Alisha Space. ഇന്ന് നമ്മൾ ഒരു ഡാഷ് ക്യാം ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നമ്മൾ ഒരു 3500 രൂപ റേഞ്ച് വരുന്ന ഒരു ഡാഷ് ക്യാം ആണ്. ഇത് നമ്മൾ ബാങ്കുഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചാണ്. ഇതിൽ മേടിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാം. ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു ഡാഷ് ക്യാം ആണിത്. എന്തായാലും നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക്. ഇതതിൻ്റെ ബുക്ക്ലെറ്റ് ആണ്. ഒരു ആപ്പ് ഉണ്ട് ഇതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്യാൻ. 70 MI ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഉണ്ടാവും. 70 MI എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്യണം. ഇപ്പം നമുക്കിത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ റീസെറ്റ് ചെയ്യാൻ പറ്റിയൊരു ഹോൾ ഉണ്ടാവും. ഇതിവിടെ USB പോർട്ട്, ഇതിലാണ് നമ്മൾ ചാർജിങ് കേബിൾ കണക്ട് ചെയ്യുന്നത്. ഇത് മൈക്രോ SD കാർഡ്, ഇവിടെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാർഡ് ഇടുന്നത്. ഇത്രയുള്ള സംഭവം. ഇതിൻ്റെ ഇതിവിടുന്ന് പൊളിച്ച് മാറ്റണം നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ്. ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന കേബിള്, ഡാഷ് ക്യാമിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവം. എന്തായാലും അത്യാവശ്യം നീളമുണ്ട് കേട്ടോ. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ഈ ഗ്ലാസ്സിനകം നല്ലതുപോലെ ക്ലീൻ ചെയ്യുക. നമ്മൾ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. നമ്മൾ ഈ സ്റ്റിക്കറാണ് നമ്മുടെ വിൻഷീൽഡിൽ ഒട്ടിക്കേണ്ടത്. ഇത് ഒട്ടിച്ചതിന് ശേഷമാണ് ഇത്തരമാണ് നമ്മൾ നമ്മുടെ ഡാഷ് ക്യാം ഒട്ടിക്കുന്നത്. നമ്മളിത് ഒട്ടിക്കുന്നത് നമ്മുടെ ടാറ്റ ടിയോ BS6ലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് പുള്ള് ചെയ്ത് ഇത് റിമൂവ് ചെയ്ത് കളയണം, എന്നിട്ടാണ് ഒട്ടിക്കുന്നത്. ഒട്ടിക്കുമ്പോൾ ബബിൾസ് വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെയാണ് ഈ ക്യാമറ നമ്മൾ ഏത് ആംഗിളിൽ ഇരിക്കണം എന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ക്രൂ. ഇത് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ഈ സ്റ്റിക്കർ പൊളിച്ച് മാറ്റണം. പൊളിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ഡാഷ് ക്യാം അവിടെ ഫിക്സ് ചെയ്താൽ മതിയാവും. ഇതിലൊരു മാർക്കുണ്ട്. ആ മാർക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട് നമുക്ക് ഒട്ടിച്ചാൽ മതി, വേറെ ഒന്നും നോക്കാനില്ല. കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇത് ഡാഷ് ക്യാം ആണ് അമ്മേ. നമ്മൾ വണ്ടിയിൽ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഇത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയോ എന്തെങ്കിലുമൊക്കെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് പെട്ടെന്ന് വന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം റെക്കോർഡായി കിടക്കും. പിന്നെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലേ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഡാഷ് ക്യാം നമ്മൾ എല്ലാ വണ്ടികളിലും യൂസ് ചെയ്യണം. കാരണം അവർക്കും ഇത് പിന്നീട് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ആയിട്ട് അവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു സോക്കറ്റ് കൂടി അവർ കൂടെ തരും. ഈ സോക്കറ്റിലേക്ക് നമ്മൾ നമ്മുടെ ഈ ചാർജിങ്ങിൻ്റെ ഈ പോർട്ട് കുത്തുകയാണ്. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലിക്ക് നേരെ വെച്ച് കേൾക്കാൻ പറ്റും. നമ്മുടെ ഡാഷ് ക്യാം ഇവിടെ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് കണക്ഷൻ കൊടുത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ പവർ പോയിന്റിൽ ഇവിടുന്ന് കൊടുത്തു. അതിനുശേഷം ഈ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ താഴെയുള്ള പോർഷൻ, ഇത് നമ്മളൊരു ക്ലിപ്പാണ്, അത് ജസ്റ്റ് വലിച്ച് അതിൻ്റെ താഴെ കൂടെ വന്ന് നമ്മുടെ ഈ ഡോറിൻ്റെ ഈ സൈഡിൽ കൂടെ കയറ്റി ഇവിടെ വന്ന് ഫ്രണ്ടിൽ നമ്മുടെ ഗ്ലാസ്സിൽ ഇവിടെ പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. സംഭവം എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഇവിടെ 2 പവർ സോക്കറ്റ് നമുക്ക് പിടിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ഈ പവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ഓൺ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ വണ്ടി ഓൺ ആക്കുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും, വേറെ ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വണ്ടി ഓൺ ചെയ്തു. ഞാൻ ഇതിൻ്റെ 2-3 ഷോർട്സ് ഞാൻ ഇടാം വീഡിയോയിൽ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ.
നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡാഷ് ക്യാം ആയിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ ഔട്ട് ഫുൾ HD ആണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ ഈ ഡാഷ് ക്യാമിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് വോയിസ് കമാൻഡ് സപ്പോർട്ടാണ്. നമ്മളിപ്പോൾ ടേക്ക് എ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ ഫോട്ടോ എടുക്കും. നമ്മളിപ്പോൾ ഒരു അടിപൊളി സ്ഥലത്തൂടെ പോകുമ്പോൾ നമുക്കൊരു സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലെ ഒരു വ്യൂ നമുക്ക് വേണം, ഒരു പിക്ചർ വേണം. അപ്പോൾ ടേക്ക് എ പിക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാഷ് ക്യാം ഫോട്ടോ എടുത്ത് നമ്മുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ റെക്കോർഡ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആ ഒരു ഷോട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ആ മെമ്മറി കാർഡിൽ അത് സേവ് ചെയ്യും. എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്യുക. ഇത് മേടിക്കുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ചൈന വെബ്സൈറ്റായ Banggood.com എന്നാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുച്ഛമായ റേറ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബൈ.